ഇവിടെ 100% മേയറുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്ന വീഴ്ചയാണ്. യൂണിവേഴ്സിറ്റിയിൽ മാർക്കുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് 1ാം സെമിസ്റ്ററിൽ മാത്തമാറ്റിക്സിന് 0 മാർക്കാണ് ലഭിച്ചത്. ഇപ്പോൾ SFIയുടെ നേതാവായിരിക്കുന്ന ആർട്സ് ഉൾപ്പെടെയുള്ളവർ തീർച്ചയായിട്ടും ഇത് അനുകരിക്കും. ഈ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഈ രീതിയിൽ കുട്ടികളെ പീഡിപ്പിച്ചാൽ, ഈ കുട്ടികളോട് അസഭ്യമായി സംസാരിച്ചാൽ തീർച്ചയായിട്ടും നാളെ MLA ആകാം, മന്ത്രിയാവാം എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഈ പോകുന്ന വാഹനങ്ങളും ഈ ഡ്രൈവറായാലും ഇതെല്ലാം എൻ്റെ സ്വത്താണ് എന്നുള്ള ധാരണയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. സർക്കാർ ജീവനക്കാരെല്ലാവരും ഇവിടെയുള്ള CPMന്റെ തൊഴിലാളികളാണെന്ന നിലയിലാണ് അവരുടെ പെരുമാറ്റം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായിക്കുള്ള ധാർഷ്ട്യം തന്നെ താഴേക്കിടയിലുള്ള SFI നേതാക്കൾക്ക് വരെ വന്നിരിക്കുകയാണ്. വാസ്തവത്തിൽ ഈ പൂക്കോട് ഈ അടുത്ത കാലത്ത് നടന്ന സിദ്ധാർത്ഥൻ്റെ മരണം പോലും ആ ധാർഷ്ട്യത്തിൻ്റെ ഒരു മറുപടിയാണ്. ഇത് തന്നെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട തിരുവനന്തപുരത്തിൻ്റെ നഗര മാതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരിക്കലും മേയർ എന്ന് പറയുന്ന നാം എല്ലാവരും ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് മേയർ. ആ സ്ഥാനത്ത് മുമ്പ് ഇരുന്നിട്ടുള്ളവരെല്ലാം ആ രീതിയിൽ തന്നെയാണ്. അവിടേക്ക് ലോകത്തിലെ ഏറ്റവും ചെറുപ്പക്കാരിയെ മേയറാക്കിയെന്ന് ഗീർവാണമടിച്ചത് CPM ആണ്. അതിനവർ കണ്ടെത്തിയത് ആര്യ രാജേന്ദ്രൻ എന്ന SFIയിലൂടെയും അവരുടെ ബാലസഖ്യത്തിലൂടെയും പ്രവർത്തിച്ചു വന്ന ഒരു പെൺകുട്ടിയാണ്. തീർച്ചയായിട്ടും നഗരമാതാവ് എന്ന് പറയുമ്പോൾ അത്രത്തോളം പക്വതയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇത് നമ്മുടെ കേരള സമൂഹത്തിനോട്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു എന്ന് അന്നേ പറഞ്ഞതാണ്. ആദ്യ ദിവസം ആര്യ രാജേന്ദ്രനെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോകത്തെ മേയർ എന്ന രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ ആ മേയറുടെ ഇൻ്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചതാണ്. ആര്യ രാജേന്ദ്രൻ ഇൻ്റർവ്യൂവിൽ കൈരളി ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂ പറയുന്നത്, യാദൃച്ഛികമായിട്ടാണ് ഞാൻ മേയറായത്. എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം ഒരു IPS ഓഫീസറാകണം, ക്രമസമാധാനം പാലിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായി മാറണമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ അഭിലാഷം. ഇപ്പോഴും എനിക്ക് അഭിലാഷമുണ്ട്. കൈരളി ചാനലിൻ്റെ റിപ്പോർട്ടർ ഇൻ്റർവ്യൂ നടത്തിയ അദ്ദേഹം തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങളൊരു IPS ആകട്ടെ എന്ന് പറഞ്ഞാണ് ആ ഇൻ്റർവ്യൂ അവസാനിപ്പിച്ചത്. ഞാനീ പറയാൻ കാരണം, എന്ത് ഗീർവാണം അടിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മേയർ എന്നുള്ളത് ഞാൻ ആലോചിച്ചു. ഞാൻ ഇതിനെക്കുറിച്ച് ഇവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവർ +2 കഴിഞ്ഞപ്പോഴേക്കും LBSൽ എൻജിനീയറിങ്ങിന് ചേർന്നതാണ്. എൻജിനീയറിങ് 6 മാസം കഴിയുമ്പോൾ തന്നെ തനിക്ക് പറ്റിയതല്ല എൻജിനീയറിംഗ് എന്ന് കണ്ട് അവിടെ നിന്ന് റിലീവ് ചെയ്ത് ആർട്സ് സയൻസ് കോളേജിൽ മാത്തമാറ്റിക്സ് BScക്ക് ചേരുന്നു. തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് കോട്ടയിലായിരിക്കാൻ കിട്ടിയിരിക്കുന്നത്, മാർക്കിൻ്റെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ല. യൂണിവേഴ്സിറ്റിയിൽ മാർക്കുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് 1ാം സെമിസ്റ്ററിൽ മാത്തമാറ്റിക്സിന് 0 മാർക്കാണ് ലഭിച്ചത്. അവൻ 0 മാർക്ക് ലഭിച്ച ഒരാൾ ഞാൻ ഭാവിയിൽ IPS എന്ന് പറയുകയും ഞാൻ ഇവർ IPS ആകാനായിട്ട് കൈരളി ചാനൽ അവർക്ക് ആശംസകൾ നേരുകയും ചെയ്തപ്പോൾ തന്നെ ഈ പോക്ക് പന്തികേടാണെന്ന് തോന്നി. ആ പന്തികേട് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. മേയറായി തിരഞ്ഞെടുത്തു, മേയറായിട്ട് അവരെ പാർട്ടി തീരുമാനിച്ചു. അതുപോട്ടെ, അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് അതൊരു MLA ആണ്. അപ്പോൾ ഇവിടെ യുവ MLAമാർ നമ്മുടെ നിയമസഭയിൽ വരണമെന്ന് പറയുന്ന സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ യുവ MLAയും ഈ മേയറുടെ നിലയിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു. നിയമസഭയിൽ MLA എന്ന് പറയുന്നത് നാം എല്ലാം റെസ്പെക്ട് ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ആ MLA എന്ന് പറയുന്നതും SFI നിലവാരത്തിൽ നിന്ന് ഒരിഞ്ച് മാറുന്നില്ല. നമ്മളെ ഇപ്പോൾ SFIയുടെ നേതാവായിരിക്കുന്ന ആർട്സ് ഉൾപ്പെടെയുള്ളവർ തീർച്ചയായിട്ടും ഇത് അനുകരിക്കും. ഈ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഈ രീതിയിൽ കുട്ടികളെ പീഡിപ്പിച്ചാൽ, ഈ കുട്ടികളോട് അസഭ്യമായി സംസാരിച്ചാൽ തീർച്ചയായിട്ടും നാളെ MLA ആകാം, മന്ത്രിയാവാം എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഇന്ന് വാസ്തവത്തിൽ പിണറായിയുടെ 2ാമത്തെ ഗവൺമെൻറ്റിൽ വന്നിരിക്കുന്ന മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ തന്നെയാണ്. ഇത് തന്നെയാണ് ഇവർക്ക് തീർച്ചയായിട്ടും പിന്തുടരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ പ്രവർത്തിച്ചാൽ നാളെ എനിക്ക് മന്ത്രിയാവുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം ഇന്നിരിക്കുന്ന മന്ത്രിമാരിൽ 2-3 പേരൊഴിച്ച് ബാക്കിയുള്ളവരാരും തന്നെ മന്ത്രിയാവാനോ MLA ആവാനോ പക്വതയുള്ളവരല്ല. തീർച്ചയായിട്ടും ഞാൻ ഡ്രൈവർ യദുവിനെ ന്യായീകരിക്കുകയൊന്നുമല്ല. കാരണം പല തരത്തിലും ഡ്രൈവർമാരുടെ പെരുമാറ്റം വളരെ മോശമാണെന്നുള്ള അഭിപ്രായമുള്ള കൂട്ടത്തിലാണ് ഞാൻ. നമ്മുടെ കേരളത്തിലെ മൊത്തത്തിലുള്ള ധാർഷ്ട്യം, എല്ലാ വിഭാഗത്തിനുള്ള ധാർഷ്ട്യം നമ്മുടെ എംപ്ലോയീസിനുള്ള പോലെ ട്രാൻസ്പോർട്ടിലെ ഡ്രൈവർമാർക്കും ഉണ്ട്.
അവരുടെ ദാക്ഷ്യം തന്നെയാണ് KSRTC ഈ രീതിയിൽ അധപ്പതിക്കുന്നതിന് കാരണമായത്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കുടുംബസമേതം ഞങ്ങൾ 7 ദിവസം സിംഗപ്പൂരിലായിരുന്നു. സിംഗപ്പൂരിൽ യാത്രയ്ക്ക് ഉപയോഗിച്ചത് മുഴുവനും അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. അവിടെയുള്ള ഡ്രൈവർമാരുടെ പെരുമാറ്റം, അവർ റോഡ് ക്രോസ് ചെയ്യുമ്പോഴേക്കും വണ്ടികൾ നിർത്തി കൊടുക്കുന്നത്, വികലാംഗരായ ആൾക്കാർ വീൽ ചെയറിൽ വന്ന് കയറുമ്പോഴേക്കും ഡ്രൈവർ ഇറങ്ങി വന്ന് അവരെ കയറ്റി സീറ്റിലിരുത്തുന്നത്, അതിശയിച്ചു പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾ നമ്മുടെ ഉള്ളപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ യദുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മോശമായ പെരുമാറ്റം ഉണ്ടായിക്കൂടാന്നില്ല. പക്ഷേ ഇക്കാര്യത്തിനകത്ത് നമ്മുടെ പല ഡ്രൈവർമാരും വളരെ റാഷ് ഡ്രൈവിംഗ് ആകുമ്പോഴേക്കും പലപ്പോഴും ബസ്സുകൾക്ക് സൈഡ് തരുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നടന്ന സംഭവം അതല്ല. ഇവിടെ 100% മേയറുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്ന വീഴ്ചയാണ്. അങ്ങനെ വീഴ്ച ഡ്രൈവറുടെ ഭാഗത്ത് സംഭവിച്ചാൽ പോലും ഉന്നതമായ പദവിയിലിരിക്കുന്ന ആ ഒരു മേയറാണ് തീർച്ചയായിട്ടും അവിടെ വളരെ സംയമനം പാലിക്കേണ്ടത്. തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റ് റിപ്പോർട്ട് ചെയ്യണം ബന്ധപ്പെട്ടവരോട്. അതിന് പകരം SFI നിലവാരത്തിലേക്ക് പിണറായി ഗവൺമെൻറ്റാണ് ഇരിക്കുന്ന ദാക്ഷ്യത്തിൻ്റെ പേരിൽ ഈ പോകുന്ന വാഹനങ്ങളും ഈ ഡ്രൈവറായാലും ഇതെല്ലാം എൻ്റെ സ്വത്താണ് എന്നുള്ള ധാരണയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. സർക്കാർ ജീവനക്കാരെല്ലാവരും ഇവിടെയുള്ള CPMൻ്റെ തൊഴിലാളികളാണെന്ന നിലയിലാണ് അവരുടെ പെരുമാറ്റം. അത് ഞാൻ പലപ്പോഴും പല CPM നേതാക്കന്മാരുടെ സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിയിട്ടുണ്ട്. അപ്പോൾ പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചാണ് ട്രാൻസ്പോർട്ട് പ്രവർത്തിക്കുന്നത്, പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചാണ് നമ്മുടെ മേയർ ജീവിക്കുന്നത്. അപ്പോൾ മേയറാണ് ഡ്രൈവർ നിലവാരത്തിലേക്ക് മേയർ തരം താഴാൻ പാടില്ല. പക്ഷേ ഇവിടെ മേയറാണ് ഡ്രൈവറെക്കാളും വരെ തരം താഴ്ന്നത്. വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടായത്. ഇത് നമ്മുടെ സംസ്ഥാനത്തിൽ നാണക്കേടാണ്. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാൻ പാടില്ല. ഞാൻ മേയറെ ഇക്കാര്യത്തിൽ അവരെ മേയർ സ്ഥാനത്ത് മാറ്റണമെന്നുള്ള അഭിപ്രായമൊന്നുമല്ല ഉള്ളത്. ഇനിയെങ്കിലും CPM ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് ചെറുപ്പക്കാരെ കൊടുക്കുമ്പോൾ അവർ ഈ സ്ഥാനത്തിരിക്കാൻ പക്വതയുള്ളവരാണോ എന്ന് പരിശോധിക്കണം. പ്രായം ഒരു വിഷയമല്ല. ജോൺ എഫ് കെന്നഡി ചെറിയ 40 വയസ്സിന് താഴെ പ്രായത്തിലിരുന്നപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റായ ആളാണ്. അതുകൊണ്ട് പ്രായം പക്വതയുമായിട്ട് ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ സംസ്ഥാനത്തിന്, പ്രത്യേകിച്ച് തലസ്ഥാനത്തിന് ഒരു വെല്ലുവിളിയാക്കി മാറ്റാതിരിക്കാൻ വേണ്ട ഉപദേശം മേയർക്ക് അടിയന്തരമായി നൽകാൻ CPMും ബന്ധപ്പെട്ടവരും തയ്യാറാവുകയാണ് വേണ്ടത്.